എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. നമ്മൾ ഫിസിക്സിന്റെ റിവിഷൻ സീരീസ് ആണ്. നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് തുടങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് മിറേഴ്സ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി. അപ്പോ ചില ആൾക്കാർക്ക് അതെന്താ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ എന്താണ് ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ മിറേഴ്സ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ, ദർപ്പണങ്ങളാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ നമുക്ക് ലെൻസുകൾ കൂടെ നോക്കാം. നമുക്ക് മിറേഴ്സും ലെൻസും ഇത് രണ്ടും നമുക്ക് എന്താണ് ഈ പറയുന്ന ഒപ്റ്റിക്സ് ആ ഒരു കോൺസെപ്റ്റിൽ പഠിക്കാനുണ്ട്. ഇവർ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് എന്താ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരും, അതുപോലെ മാത്സ് ക്വസ്റ്റ്യൻസ് വരും, രണ്ടും മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർധനം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിനെ നമ്മൾ എന്താ ഒരു മിററിൽ കാണിച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻ കിട്ടും. അവിടെ എന്താ ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഒരു ലെൻസിൽ കാണിക്കുമ്പോഴെന്താണ് അവിടെയും ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, ഒരു ചിത്രം, ഒരു പ്രതിബിംബം അവിടെയും ഫോം ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമേജ് അത് നമ്മൾ എടുത്ത വസ്തുവിന്റെ ആ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ്, ആ റേഷ്യോനെയാണ് നമ്മൾ ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിറർ ഫോർമുല അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ അതുപോലെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷന്റെ ഈ ഒരു റേഷ്യോ ആണ്. ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വസ്തു അതിന്റെ ഉയരം, മുകളിലിരിക്കുന്നത് അതിന്റെ പ്രതിബിംബത്തിന്റെ ഉയരം, ആദ്യം പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ ആ വസ്തുവിന്റെ ഉയരം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റേഷ്യോ കിട്ടും. ഈ കിട്ടുന്ന റേഷ്യോനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കും. എളുപ്പമാണല്ലോ. എന്നാൽ നമ്മൾ ഇതിനെ തന്നെ എന്താണ് ഒന്നുകൂടെ തിരിച്ചെഴുതാണ്. തിരിച്ചെഴുതുന്ന സമയത്ത് ഇതേപോലെ -v/u എന്നതാണ്. വിയും യുവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന മിറർ ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് മിറേഴ്സിനെ പറ്റിയാണ്, ദർപ്പണങ്ങളെ പറ്റിയാണ്. നമ്മൾ എടുക്കുന്നത് ഒരു മിറർ ആണെങ്കിൽ ആ മിററിൽ നിന്ന്, ആ മിറർ നമ്മൾ എങ്ങനെയാ കാണിച്ചത്? കോൺകേവ് ഉണ്ട്, അതുപോലെ കോൺവെക്സ് ഉണ്ടെന്ന് കാണിച്ചു. ഇതിന്റെ അവിടെ സെന്റർ പോയിന്റ് നമ്മൾ പോൾ എന്ന് വിളിച്ചു. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ആ ഒരു വസ്തു ഇരിക്കുന്നത് എത്ര അകലെയാണോ ആ അകലത്തിനെ വിളിക്കുന്നതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എപ്പോഴും യു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വീണ്ടും ആ ഒബ്ജക്റ്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ കിട്ടുന്ന, ആ ഇമേജ് കിട്ടുന്ന പോയിന്റ് ഏതാണ്? ആ പോയിന്റിൽ നിന്ന് നമ്മൾ പോള് വരെയുള്ള ഡിസ്റ്റൻസ് അളക്കുമ്പോൾ അതാണ് വി എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദർപ്പണങ്ങളുടെ മിറേഴ്സിന്റെ കേസ് വരുമ്പോ -v/u ആണ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് എങ്ങനെ എഴുതാം? h'/h എന്നാൽ -v/u. ഇത് മിറർ അല്ലെങ്കിൽ ദർപ്പണങ്ങൾക്ക് മാത്രമാണ്. ഇവരുടെ കാര്യത്തില് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന വസ്തു, ആ വസ്തുവിന്റെ പ്രതിബിംബം, ആ പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരം. അത് എന്തിനോട് ഈക്വൽ ആണ്? മൈനസ് സൈൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന വസ്തു അതിന്റെ പ്രതിബിംബം തൊട്ട് പോള് വരെയുള്ള ദൂരം v ഡിവൈഡഡ് ബൈ എന്താണ്? ആ വസ്തുവും പോളും തമ്മിലുള്ള ദൂരം. ഈ കണക്കിനാണ് എഴുതുന്നത്. ഇതേപോലെ തന്നെ മിററിന്റെ കാര്യത്തില് 1/v + 1/u ആണ് 1/f. ഇതായിരുന്നു മിറർ ഫോർമുല. ഇത്രയും കാര്യം മിറേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി നോക്കാനുള്ളൂ. അതായത് കോൺവെക്സ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഈ കോൺവെക്സ്, അത് മിറർ ആയാലും ശരി ലെൻസ് ആയാലും ശരി, അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇനി കോൺകേവ് ആണെങ്കിൽ അത് ലെൻസ് ആയാലും മിറർ ആയാലും അവിടെ ഫോക്കൽ ലെങ്ത് വരുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്. ഈ ഒരു ഐഡിയ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ മിറേഴ്സ് ഇത്രയും രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം. ഇനി ലെൻസ് വരുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതായത് ലെൻസിന്റെ കാര്യത്തിൽ വീണ്ടും എങ്ങനെ എഴുതാം? ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് h'/h തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അതുപോലെ എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് വിയും യു എടുക്കുന്ന സമയത്ത് അത് ഈ രീതിയിൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നില്ല, അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഈ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ എന്താ നമുക്ക് ലെൻസ് ഫോർമുല എഴുതാം. 1/f എന്ന് പറയുന്നത് 1/v - 1/u ആണ്. അവിടെ എന്തായിരുന്നു? 1/v + 1/u ആയിരുന്നു 1/f. ഇതാണ് വ്യത്യാസം വരുന്നത്. ഈ രീതിയിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ലെൻസിലും മിററിലും പറയാനുള്ളത്. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട്
അതേപോലെ കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, അവർക്ക് രണ്ടാൾക്കാർക്കും ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണെന്നും, കോൺകേവ് മിറർ ആയിക്കോട്ടെ, കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ, അവർക്ക് രണ്ടുപേർക്കും ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണെന്നും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചിത്രം, നമുക്ക് കിട്ടുന്ന പ്രതിബിംബം അതെന്താണ്, അത് റിയൽ ആണോ അതുപോലെ തന്നെ വെർച്വൽ ആണോ എന്ന് അറിയണം. പിന്നെ അതിന്റെ സൈസും അറിയണം. നമ്മൾ കണ്ട ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു? നമ്മൾ ആ ഹൈറ്റ് വെച്ചിട്ടുള്ള റേഷ്യോ കണ്ടു, അതുപോലെ തന്നെ എന്താ ദൂരങ്ങൾ വെച്ചിട്ടുള്ള റേഷ്യോയും കണ്ടു. ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ചിത്രത്തിനെ പറ്റി നമുക്ക് തരുന്ന ഒരു ഐഡന്റിറ്റി ആണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതേപോലെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതൊരു മിഥ്യാ ചിത്രമായിരിക്കും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതൊരു യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ യഥാർത്ഥ ചിത്രമായിരിക്കും. അതേപോലെ തന്നെ എന്താ, മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ എന്താണ് ചെറുതാണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ വാല്യൂ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇമേജ് അത് വളരെ ചെറുതായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ എന്ത് പറ്റും? കിട്ടുന്ന ഇമേജ് വളരെ വലുതായിരിക്കും. ഈ കണക്കിന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ +3 ആണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാല്, +3 ആണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അവിടെ കിട്ടിയിരിക്കുന്നത് നമ്മൾ വെച്ച വസ്തുവിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ഇമേജ് ആണെന്നും, അതുപോലെ തന്നെ ആ ഇമേജ് ഒരു വെർച്വൽ അല്ലെങ്കിൽ മിഥ്യയാണെന്നും. അതായത് ആ ഇമേജിനെ എടുത്തിട്ട്, ആ പ്രതിബിംബം എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല. ഇതാണ് അവിടെ +3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ -3 എന്നാണ് തന്നിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം 3 ഇരട്ടി വലിപ്പം തന്നെ ആ ഇമേജിനുണ്ട്. ഞാൻ എടുത്ത വസ്തുവിന്റെ വലിപ്പം എത്രയാണോ അതിന്റെ 3 ഇരട്ടി വലിപ്പം ആ ഇമേജിന്, ആ ചിത്രത്തിനും ഉണ്ട്. എന്നാൽ അവിടെ കിട്ടിയിരിക്കുന്ന ഇമേജ് റിയൽ ആണ്, യഥാർത്ഥമാണ്. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് അതിനൊരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ എന്താ മാഗ്നിഫിക്കേഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മിറർ ഫോർമുല പറഞ്ഞു, അതുപോലെ ലെൻസ് ഫോർമുല പറഞ്ഞു, വീണ്ടും എന്താ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻസ് നോക്കി. ഇതേപോലെ സൈൻ വെച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, മാഗ്നിഫിക്കേഷന്റെ സൈൻ അതൊരു കോൺകേവ് മിറർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം, അതിന്റെ അവിടെ വന്നിരിക്കുന്ന ആവർത്തനത്തിന്റെ മാഗ്നിഫിക്കേഷന്റെ സൈൻ എങ്ങനെയാണെന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. പോസിറ്റീവ് when the image is virtual, negative when it is real, always positive. Positive when the image is real, negative when it is virtual, always virtual. ഈ ഒരു കണക്കിനാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു കോൺകേവ് മിറർ സൃഷ്ടിക്കുന്ന മാഗ്നിഫിക്കേഷന്റെ ചിഹ്നം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ്, എല്ലായ്പ്പോഴും മിഥ്യ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്താ വെർച്വൽ. ഈ ഒരു രീതിയിൽ വരുന്ന സാധനം നമുക്ക് ആദ്യം എടുക്കാം. ഇതേപോലെ ഓപ്ഷൻ വരുമ്പോ എല്ലായ്പ്പോഴും പോസിറ്റീവ്, അങ്ങനെയാണോ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്, നെഗറ്റീവ് ആകുന്ന എപ്പോഴാണെന്ന്. നെഗറ്റീവ് ആകുന്ന എപ്പോഴാ? ആ പറഞ്ഞിരിക്കുന്ന ഇമേജ്, ആ ഒരു പ്രതിബിംബം അതെന്താകുമ്പോഴാ? റിയൽ ആകുമ്പോ, യഥാർത്ഥമാകുമ്പോ അവിടെ നെഗറ്റീവ്. വീണ്ടും പോസിറ്റീവ് ആകുന്ന എപ്പോഴാ? അത് മിഥ്യയായിട്ടിരിക്കുമ്പോ. അപ്പൊ എല്ലായ്പ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നില്ല. വീണ്ടും എന്താണ്? എല്ലായ്പ്പോഴും മിഥ്യ, എല്ലായ്പ്പോഴും മിഥ്യ. മാഗ്നിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ എന്താണ് വാല്യൂ ആണ് പറയുന്നത്, അത് കൂടുതലാണോ കുറവാണോ സൈൻ ആണ് പറയുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും മിഥ്യ എന്ന് പറയുമ്പോൾ എന്താ, അതൊരു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരില്ല. വീണ്ടും നമുക്ക് എന്തുണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓർത്തിരിക്കുക, M പോസിറ്റീവ് ആയാൽ അർത്ഥം വെർച്വൽ, M നെഗറ്റീവ് ആയാൽ റിയൽ. ആ സെയിം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇതിൽ ഏതാണ്? ആദ്യത്തെ നോക്കിക്കേ, ചിത്രം മിഥ്യയായിരിക്കുമ്പോൾ പോസിറ്റീവ്, യഥാർത്ഥമായിരിക്കുമ്പോൾ നെഗറ്റീവ്. രണ്ടാമത്തതോ, ചിത്രം യഥാർത്ഥമായിരിക്കുമ്പോൾ പോസിറ്റീവ്, മിഥ്യയായിരിക്കുമ്പോൾ നെഗറ്റീവ്. ഈ രീതിയിൽ വരുമ്പോ ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. മിഥ്യയായിട്ടിരിക്കുമ്പോ വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ്, അതുപോലെ എന്താണ് റിയൽ ആണെങ്കിൽ, യഥാർത്ഥമാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ലെൻസുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കും. അതായത് പ്രകാശരശ്മികൾ വന്നിട്ട് എന്താ
ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക്, ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് മാറുമ്പോൾ ഈ സർഫസിലെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാരണം, പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. നമ്മൾ സാധാരണ പറയുന്ന മാസ് ഡെൻസിറ്റി അല്ല അവിടെ വരുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാരണം ഇപ്പൊ നമ്മൾ എന്താ, ഈ വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് തിരിച്ചു വായുവിലേക്ക് ഈ രീതിയിൽ പ്രകാശം ചലിക്കുന്ന സമയത്ത് അവിടെ എന്താ, ഒരു ബെൻഡിങ്, ഒരു വളവ് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ ആ ഒരു ഡയറക്ഷൻ പയ്യെ ചേഞ്ച് ആകുന്നതിനെ, ആ ഒരു ബെൻഡിങ്ങിനെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്ഷൻ പറയുന്നത്. ഈ റിഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന സംഭവം 1 എന്ന് എടുക്കുന്ന വാല്യൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയത്തിലൂടെ പോകുന്ന സമയത്ത് ആദ്യത്തെ മീഡിയം രണ്ടാമത്തെ മീഡിയം ഇതേപോലെ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റിന്റെ റേഷ്യോ ആണ് നമ്മൾ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നതാണ് മാക്സിമം. അത് വരുന്നത് എപ്പോഴാണ്, ഈ പറയുന്ന വായുവിലൂടെ, ശൂന്യതയിലൂടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട്, ഇതേപോലെ ശൂന്യതയിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, സ്പീഡ് വരുന്നത്. ആ സ്പീഡും നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. 3 × 10⁸ സ്പീഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. ഈ കണക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കാണുന്ന സമയത്ത് 1 എന്ന് പറയുന്നത് വായുവിലൂടെ പോകുന്ന സമയത്തുള്ള ലൈറ്റിന്റെ ആ ഒരു സ്പീഡ് വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ ഇതാണ് മാക്സിമം വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആര് വന്നാലും അവർക്ക് വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിനേക്കാളും കൂടുതലായിരിക്കും. സ്പീഡ് മാക്സിമം വരുന്നത് എവിടെയാണ്, വായുവിലാണ്. ഇതിനേക്കാളും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഇത് കഴിഞ്ഞ് വരുന്ന ഏത് മീഡിയം എടുത്താലും. അതുകൊണ്ട് നമുക്ക് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മറ്റേതൊരു മാധ്യമത്തിൽ എടുത്താലും അത് എപ്പോഴും 1നേക്കാൾ മുകളിലായിരിക്കും. 1 എന്ന വാല്യൂ വരുന്നത് എപ്പോഴാണ്, അത് വായുവിലൂടെ പോകുമ്പോഴാണ്. 1 എന്ന വാല്യൂ വരുന്നത് അവിടെ എയർ അല്ലെങ്കിൽ നമ്മൾ വാക്വം എന്ന് പറയുന്ന സമയത്താണ്. അല്ലാത്ത സമയങ്ങളിൽ എന്താണ്, എല്ലാ മീഡിയത്തിലും മറ്റെന്ത് മീഡിയം എടുത്താലും അവിടെ എന്താണ്, 1നേക്കാൾ കൂടുതലായിരിക്കും വാല്യൂ വരുന്നത്. അടുത്തത് ലെൻസ് ഫോർമുല. നമ്മൾ ഓൾറെഡി ലെൻസ് ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അത് 1/v - 1/u ആണ്, 1/f എന്നുള്ളതാണ്. ഇനി ആ തന്നിരിക്കുന്ന ഫോർമുലേനെ തന്നെ തിരിച്ചിട്ടാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറക്റ്റ് ആകുമോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിറർ ഫോർമുല ഇതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ലെൻസ് ഫോർമുലയാണ്. 1/v + 1/u = 1/f. ഇതിനെയാണ് നമ്മൾ മിറർ ഫോർമുല എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പൊ ഇത് കറക്റ്റ് അല്ല, ഇത് നമുക്കറിയാം. അടുത്ത നോക്കിയാല് 1/f + 1/v = 1/u. നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് ലെൻസ് ഫോർമുല എന്ന്. ഇനി ഇതിലേക്ക് ഈ 1/v നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റും, -1/u ആണ് 1/f + 1/v. എങ്ങനെ വന്നാലും എന്ത് സംഭവിക്കില്ല, ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സംഭവത്തില്, ഈ തന്നിരിക്കുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ലെൻസ് ഫോർമുലേനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതും ശരിയല്ല. വീണ്ടും എന്താണ്, 1/f - 1/u = 1/v. അവിടെയും സംഭവിക്കോ, ഈ 1/u-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വിചാരിക്കാം. അപ്പൊ എന്ത് കിട്ടും, 1/v = 1/f + 1/u എന്ന് വരും. ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാ, 1/f - 1/u ആണ് 1/v ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ കാണുന്ന സമയത്ത് പലർക്കും എന്താണ് കൺഫ്യൂഷൻ വരാം. പല ആൾക്കാരും പറയുന്നുണ്ട് ഇതെന്താണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന്. പക്ഷെ നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ടത് 4 ഇക്വേഷൻസാ. എന്തൊക്കെയാ, മിറർ ഫോർമുല, അതുപോലെ ലെൻസ് ഫോർമുല. ഇനി മാഗ്നിഫിക്കേഷൻ വരുന്ന സമയത്ത് മിററിന്റെ മാഗ്നിഫിക്കേഷൻ വരുമ്പോഴും ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ വരുമ്പോഴും ഹൈറ്റിന്റെ റേഷ്യോ h' എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ ഹൈറ്റും അതുപോലെ അവിടെ കിട്ടുന്ന ഇമേജിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ രണ്ട് സ്ഥലത്തും സെയിം ആയിട്ട് എടുക്കുന്നത്. വ്യത്യാസം വരുന്ന ആർക്കാണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസും അതുപോലെ ഇമേജ് ഡിസ്റ്റൻസും എടുക്കുമ്പോൾ. മിററിന്റെ കാര്യത്തിൽ ഒബ്ജക്ട് ഇമേജ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ രീതിയിലാണ് റേഷ്യോ എടുക്കുന്നത്. ലെൻസ് ആകുമ്പോൾ v/u. ഈ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേഗം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഈ 3 ഓപ്ഷനും കറക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം നൺ ഓഫ് ദി എബോവ്. ഈ 3 ഓപ്ഷനും കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഒപ്റ്റിക്കൽ ഡിവൈസ് വൈക്ക് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്, അങ്ങനെയാണെങ്കിൽ വൈ ആരാണ്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ. ഒപ്റ്റിക്കൽ ഒരു ഡിവൈസ് ഉണ്ട്, അത് ലെൻസ് ആകാം, മിറർ ആകാം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആകാം.
അങ്ങനെയാണെങ്കിൽ ഈ y എന്ന് പറയുന്ന ആള് ശരിക്കും ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു കോൺവെക്സ് എന്ന് കണ്ടാല് എപ്പോഴും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. കോൺകേവ് ലെൻസോ കോൺകേവ് മിററോ, കോൺവെക്സ് ലെൻസോ കോൺവെക്സ് മിററോ, കോൺവെക്സ് ലെൻസോ കോൺകേവ് മിററോ, കോൺകേവ് ലെൻസോ കോൺവെക്സ് മിററോ, പല പല കോമ്പിനേഷൻ തന്നിരിക്കുന്നത്. നമുക്കറിയാം കോൺവെക്സ് മിറർ അതേപോലെ കോൺവെക്സ് ലെൻസ് രണ്ടാൾക്കാർക്കും പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഏതാണ്? കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് മിറർ. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് മിറർ ആയിരിക്കും പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ള ആ ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ്. അതിന്റെ പേര് Y. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കോൺവെക്സ് ലെൻസ് മാഗ്നിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് -3 ആണ്. ആ രീതിയിൽ ഒരു ഒബ്ജക്റ്റ് 1.5 മീറ്റർ ദൂരെ വെച്ച സമയത്ത് അവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. -3 ആണ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? U എന്ന് പറയുന്നത് 1.5 മീറ്റർ. ഇവിടെ ശ്രദ്ധിക്കണം, 1.5 മീറ്റർ മാത്രം എഴുതിയാൽ തെറ്റിപ്പോകും. U എപ്പോഴും എന്താണ്? നെഗറ്റീവ് എടുക്കണം. ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും വസ്തു വെക്കുന്നത്. സോ നെഗറ്റീവ് എടുക്കണം, U നെഗറ്റീവ് എടുക്കണം. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള V കണ്ടുപിടിക്കണം. ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള V കണ്ടുപിടിക്കണം. നമ്മൾ ഇതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ ഒന്നും നോക്കാനില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 3 ഇരട്ടി വലിപ്പമുണ്ട്. മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് റിയൽ ഇമേജ് ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാലോ. V/U ആണ് M. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് -3 × -1.5 ആയിട്ട് വരും. മൈനസും മൈനസും പ്ലസ് ആകും. +4.5 മീറ്റർ. യൂണിറ്റ് മറക്കരുത്. ശ്രദ്ധിക്കുക, ഇതേപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി ഓപ്ഷൻസ് തന്നിരിക്കുന്ന നോക്കിക്കേ. -4.5 ആണ് ആദ്യം കിടക്കുന്നത്. ഈ U എന്ന് പറയുന്ന സംഭവത്തില് നമ്മൾ ആ നെഗറ്റീവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ഇല്ലാതെ -3 × 1.5 എന്ന് ചെയ്യും. നേരെ ഉത്തരം കിട്ടാൻ പോകുന്നത് -4.5 ആണ്. ഒറ്റയടിക്ക് നമ്മളുടെ മാർക്ക് കളയാൻ വേണ്ടി ഇതേപോലെ RRB എന്ത് ചെയ്യും? അവർ ഇതേപോലുള്ള കൺഫ്യൂസിങ് ഓപ്ഷൻസ് നേരെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ എവിടെ കിടക്കുന്നത്? ഏറ്റവും താഴെ കിടക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്, നമുക്കറിയാം സൈൻ കൺവെൻഷൻ എങ്ങനെ എടുക്കേണ്ടതെന്ന്. അപ്പൊ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. -4.5 തെറ്റാണ്, +4.5 മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ ഓർത്തിരിക്കണം. ഇനി ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇത് ലെൻസിന് മാത്രം വരുന്ന റിലേഷൻ ആണ്. അപ്പൊ ഓർത്തിരിക്കണം. ഇതാണ് ഇക്വേഷൻ. അതായത് ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ പവർ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ വീണ്ടും പറയും കൺവേർജിങ് ലെൻസ്, ഡൈവേർജിങ് ലെൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതായത് ഒരു ലെൻസിന് എത്രയധികം പ്രകാശരശ്മികളെ കൂട്ടിയോജിപ്പിക്കാനോ വിഘടിപ്പിക്കാനോ ഒക്കെ കഴിയുന്നുണ്ടോ ആ ഒരു ശക്തിയെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കഴിവിനെ വിളിക്കുന്നതാണ് ആ ലെൻസിന്റെ പവർ എന്ന്. ഈ പവർ നമ്മൾ ക്യാപിറ്റൽ P വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഫോക്കൽ ലെങ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മീറ്ററിലാണ്. പവറിന്റെ യൂണിറ്റ് പറയുന്നത് ഡയോപ്റ്ററിലും. യൂണിറ്റ് ഓർത്തിരിക്കണം, ഡയോപ്റ്ററിലാണെന്ന്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് ലെൻസ് എന്താണെന്ന് ഇതിൽ വരാൻ പോകുന്ന കൺഫ്യൂഷൻസ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. എന്താണ് ഈ ഡൈവേർജിങ് ലെൻസ്? പ്രകാശരശ്മികൾ വന്ന് പതിച്ചു കഴിയുമ്പോൾ ഇതേപോലെ പ്രകാശരശ്മികൾ ഇങ്ങനെ വന്ന് പതിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് വിഘടിച്ചു പോകുന്ന പോലെ, ഒരു പോയിന്റിൽ നിന്ന് വിഘടിച്ചു പോകുന്ന പോലെയായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ഈ രീതിയിൽ കാണുമ്പോഴാണ് നമ്മൾ അവിടെ ഡൈവേർജിങ് എന്ന് പറയുന്നത്. ഇതെന്ത് ലെൻസ് ആണ്? ഡബിൾ കോൺകേവ് അല്ലെങ്കിൽ നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്ന ആളാണ്. അപ്പൊ കോൺകേവ് ലെൻസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് വരും? ഈ ഫോക്കൽ ലെങ്ത് അവിടെ -50 സെന്റിമീറ്റർ ആയിട്ട് വരും. പവർ അപ്പൊ നമ്മൾ എങ്ങനെ കാണും? പവർ കാണണമെങ്കിൽ നമുക്ക് P = 1/50 സെന്റിമീറ്റർ. ഇനി മീറ്ററിലാണ് ഈ കണക്കുകളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 50 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ മാറ്റും? 50 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 50/100 ചെയ്യണം. നമുക്ക് 1/2 ആണ് കിട്ടുന്നത്. അപ്പൊ പവർ എന്ന് പറയുന്നത് 1 / 1/2 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡയോപ്റ്റർ എന്ന് എഴുതാം.
സൈൻ മറന്നു പോകരുത്, സൈൻ മൈനസ് ആണ്. അപ്പൊ നെഗറ്റീവ് സൈൻ എല്ലായിടത്തും കൊടുക്കണം. ഫൈനൽ വരുമ്പോ -2 ഡയോപ്റ്റർ എന്ന് കിട്ടും. ഡയോപ്റ്റർ ഡി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്ന, പവർ എഴുതുമ്പോൾ -2d എന്ന് കിട്ടും. ഈ രീതിയിൽ ആൻസർ ചെയ്യാം. ഡൈവേർജിങ് ലെൻസ് ആയതുകൊണ്ട് -2d. ഇനി അത് കൺവേർജിങ് ആയിരുന്നെങ്കിലോ +2d ആയിരുന്നേനെ ഉത്തരം വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മളെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും. ഓരോ കാര്യം വായിക്കുമ്പോഴും എന്താണ് കറക്റ്റ് ഉത്തരം വരേണ്ടത് ഇത് നമുക്ക് മനസ്സിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പവറിന്റെ കാര്യമാണ്. നമുക്ക് 2 ലെൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് പവറിനെ കാണുന്നത് P = P1 + P2 എന്നുള്ള കണക്കിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസിന് 5D, അതുപോലെ കോൺകേവ് ലെൻസിന് -3D. ടോട്ടൽ പവർ ഞാൻ പറയാം. ടോട്ടൽ പവർ എന്ന് പറയുന്നത് 5D + -3D. ഈ രീതിയിൽ 2D ആണ് പവർ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് കാണാൻ പറ്റുമോ? പവറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു. ഇതേപോലെ ഇവിടുത്തെ പവർ, ഈക്വലന്റ് പവർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കുന്ന എല്ലാവരും തന്നെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒപ്റ്റിക്സിൽ ഇതേപോലെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നോക്കാം. വീണ്ടും ഫിസിക്സിൽ എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്സും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് വളരെ കുറച്ച് സമയമാണ് ഇനി ബാക്കിയുള്ളത്. ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. വീണ്ടും നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്ന സബ്ജക്ട്, കുറച്ചുകൂടി ടഫായിട്ട് തോന്നുന്ന ടോപ്പിക് ഏതാണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെക്ഷനിൽ നിന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആകും. ഈ ഒരു കോൺഫിഡൻസും വെച്ചിട്ട് നമുക്ക് എക്സാം ഹാളിൽ നല്ല സമാധാനത്തോടെ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം, നല്ല മാർക്കും വാങ്ങിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.